ഹലോ, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കേരള. ഇപ്പോൾ ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ചുമ്മാ ഇരിക്കുമ്പോൾ കുറിക്കാൻ കുറച്ച് ചക്ക വറുത്തത് ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി ചക്ക വറുത്തത് മമ്മി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഓൾസോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ്, ഇന്ന് ചക്ക എങ്ങനെയാണ് വറക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ. ചക്ക എല്ലാവരുടെയും വീട്ടിൽ ഇഷ്ടം പോലെ കാണും. ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവരും വീട്ടിൽ മുഷിഞ്ഞിരിക്കുമ്പോൾ ചക്ക എങ്ങനെ വറക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം ചക്കയൊക്കെ വെട്ടി വൃത്തിയാക്കി ചുളയെല്ലാം വൃത്തിയാക്കി എടുക്കണം. എന്നിട്ടത് നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം. നല്ല വലിപ്പം കൂടാതെ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക. അത് കഴിഞ്ഞ് നല്ല കട്ടിയുള്ള നല്ലൊരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഉരുളിയോ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായി എണ്ണ തിളയ്ക്കണം. എണ്ണ തിളച്ചിട്ട് വേണം ചക്ക അതിലേക്ക് ഇടാൻ. എണ്ണ നല്ലോണം തിളയ്ക്കണം. തിളയ്ക്കുന്നതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. എണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. ചക്ക ഇട്ട് കൊടുത്തിട്ട് അധികം ഇളക്കമൊന്നും വേണ്ട. ആദ്യം കുറച്ച് കഴിഞ്ഞ് വേണം ഇളക്കി തുടങ്ങാനായിട്ട്. അതിൽ കിടന്ന് മുരിഞ്ഞ് നന്നായിട്ട് വരട്ടെ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരുമാതിരി ക്രിസ്പി ആയിട്ടുണ്ട്. ക്രിസ്പി ആവാൻ തുടങ്ങുന്ന പരുവാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് അത് ക്രിസ്പി ആവുന്ന വരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക. ചക്ക വറുത്തത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചക്ക വറുത്ത് വെച്ചിരുന്ന കേടുകൂടാതെ എത്ര നാൾ വേണേലും ഇരുന്നോളും. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക വറുത്തത്. എൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്. ചക്ക വറുത്ത് വെച്ചേക്കും. പക്ഷെ ടിന്ന് കാലിയാവുന്നതെന്ന് അറിയേയില്ല. അത് ചക്ക നല്ല ക്രിസ്പി ആയി വരുമ്പോൾ അതിലേക്ക് ഉപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. ഉപ്പ് വെള്ളം ഒഴിക്കുമ്പോൾ നല്ല സൗണ്ട് കേൾക്കാം. ആ സൗണ്ട് കേട്ട് അത് ആ പത അടങ്ങുന്ന വരെ അത് കോരാനായിട്ട് വെയിറ്റ് ചെയ്യണം നമ്മൾ. അത് പതയൊക്കെ അടങ്ങി വീണ്ടും അത് ക്രിസ്പി ആകുമ്പോഴാണ് അത് കോരിയെടുക്കേണ്ടത്. നമ്മൾ കോരിയെടുക്കുകയാണ്. നന്നായിട്ട് കോരിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അധികം കറുത്തൊന്നും പോകാതെ അത് കളറോടുകൂടി തന്നെ കോരിയെടുക്കുകയാണ്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇപ്പോൾ ചക്ക പക്ഷേ ഇങ്ങനെ നല്ല മുരിഞ്ഞ് നമ്മൾ കോരിയെടുത്താലും പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ തണുത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് അതിനുള്ളൊരു പരിഹാരമാണ് അത് വീണ്ടും ഒന്നുകൂടി വറുത്തെടുക്കുക എന്നുള്ളത്. അതിന് ആ സെയിം എണ്ണ തന്നെ ഉപയോഗിച്ചാൽ മതി. നമുക്കത് വീണ്ടും പിറ്റേ ദിവസം ഒന്നുകൂടി വറുത്തെടുത്താൽ മതി. പിറ്റേ ദിവസമായി ചക്കയുടെ തണുത്തിട്ടുണ്ട്. അത് നല്ലോണം തണുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും അതൊന്നുകൂടി ആ എണ്ണയിൽ തന്നെ വറക്കാൻ പോവുകയാണ്. അതിൻ്റെ അടിവശത്തുള്ള കരിഞ്ഞ ഭാഗമൊക്കെ മാറ്റി തെളി മാത്രം നീട്ടിയെടുത്തിട്ട് ആ സെയിം പാത്രം ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ആ എണ്ണ തന്നെ ഒഴിച്ച് എണ്ണ നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ വീണ്ടും ആ ചക്ക ഒന്നുകൂടി ഇട്ട് നമുക്ക് വറുത്ത് ഊരിയെടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ചിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എണ്ണ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ചക്ക കുറേശ്ശെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. രണ്ടാമത്തെ പ്രാവശ്യം ഇടുമ്പോൾ ആദ്യത്തെ പോലെ ഇളക്കാതിരിക്കരുത്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ അത് ക്രിസ്പിയായി മാറും. അപ്പോൾ വേഗം തന്നെ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കി കൊടുത്ത് അത് നല്ല മുറുകി കഴിയുമ്പോൾ അപ്പോൾ തന്നെ അത് കളറൊക്കെ മാറുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് വേഗം കോരിയെടുക്കുകയും വേണ്ടതാണ്. നമ്മുടെ ചക്ക ക്രിസ്പി ആയിക്കൊണ്ടിരിക്കുകയാണ്. മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിനെ കോരിയെടുക്കാം. വീണ്ടും ഉപ്പൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ഉപ്പ് തന്നെ ഉണ്ട്.
ആ എണ്ണയിലും കുറേശ്ശെ ഉപ്പിടണം. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം നമ്മൾ കുറച്ച് കൂടുതൽ ഉപ്പിടണം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യമൊക്കെ ചക്ക ഇട്ട് കഴിയുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ആദ്യത്തെ ഉപ്പ് ആ എണ്ണയിൽ തന്നെ കാണും. നമ്മളങ്ങനെ ചക്ക മുരിച്ച് വറുത്തെടുക്കുകയാണ്. കണ്ടോ ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇത് എത്ര നാൾ വേണേലും ഇങ്ങനെ ഇരുന്നുള്ളൂ. ഇനി ഇത് തണുത്ത് പോവുകയില്ല.